നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ജില്ലകളെ വിഭജിച്ച് പുതിയ ജില്ലകൾ രൂപീകരിക്കുക എന്ന വാദത്തോട് അനുകൂലമായി പ്രതികരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനമാണ് സർക്കാരിന് അനുകൂല നിലപാടുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നടന്ന ഒരു ചടങ്ങ്, അതായത് മൂവാറ്റുപുഴയിലെ കോർപ്പറേഷൻ്റെ ഓണാഘോഷ ചടങ്ങുമായി ബന്ധപ്പെട്ട വേദിയിൽ ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ഇത്തരമൊരു ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകൾ വിഭജിച്ചുകൊണ്ട് പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്നായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ഉള്ള ആവശ്യം. അതായത് ഇത്തരം ജില്ലകളിലെ പിന്നോക്ക മേഖലകൾ വികസന രാഹിത്യം നേരിടുന്നുവെന്നും ഇതിനു പരിഹാരമായി പ്രത്യേക ജില്ലകൾ രൂപീകരിക്കണമെന്നുമുള്ള ആവശ്യമാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നത്. ഇതിനോട് അനുകൂല മനോഭാവം ഇതുവരെയും കേരളത്തിലെ ഒരു സർക്കാർ പ്രകടിപ്പിച്ചിട്ടില്ല. ഏതാനും ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങളല്ല, അഭിപ്രായപരമായി ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണം എന്നൊരാവശ്യം ഉയർന്നിരുന്നു. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നത്. ഇതിനെ ഒരുപക്ഷെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളം ജില്ലയും വിഭജിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ആസ്ഥാനമാക്കി പുതിയ ജില്ല വേണമെന്ന ആവശ്യവും വന്നത്. എന്തായാലും മൂവാറ്റുപുഴ ആസ്ഥാനമാക്കി പുതിയ ജില്ല വേണമെന്ന ആവശ്യത്തോട് മൂവാറ്റുപുഴയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അനുകൂലമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കാലത്തെ ആവശ്യമായിട്ടുള്ള ഈ 3 ആവശ്യങ്ങളും സർക്കാർ അനുഭാവത്തോടുകൂടി പരിഗണിക്കും എന്നാണ് ഈ സൂചന നൽകുന്നത്. മാത്രമല്ല, ഈ അഭിപ്രായ പ്രകടനം വളരെയധികം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ നാന്ദി കുറിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയാണ്. ഈ തലസ്ഥാന ജില്ലയിൽ നിന്നും വേർപെട്ടു പോകാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയില്ല. പക്ഷേ നെയ്യാറ്റിൻകര പോലെയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ വികസന രാഹിത്യം നേരിടുന്നുണ്ടെന്നും അവിടെ ഒരു പ്രത്യേക ജില്ല രൂപീകരിച്ചാൽ അവിടുത്തെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ജില്ലാ രൂപീകരണം കൊണ്ട് വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. അതായത് ഇങ്ങനെ ജില്ലകളെ വിഭജിച്ചുകൊണ്ട് ചെറിയ ചെറിയ ജില്ലകൾ രൂപീകരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജില്ലകൾ രൂപീകരിക്കണം എന്ന ആവശ്യത്തിന് പ്രാമുഖ്യം കൂടി വരുന്നുണ്ട്. അതിന് അനുകൂല നിലപാടും സർക്കാർ എടുക്കുന്നുണ്ട് എന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ചടങ്ങിൽ, അതായത് മൂവാറ്റുപുഴ നഗരസഭയുമായി ബന്ധപ്പെട്ട ഓണാഘോഷ ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA ആണ് ഓണസമ്മാനം മൂവാറ്റുപുഴക്കാർക്ക് നൽകണം എന്ന ആവശ്യം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത്. നേരത്തെ ബഡ്ജറ്റിലും പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുമെന്നും ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. ആ പ്രഖ്യാപനത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി വീണ്ടും ഒരു അനുകൂല നിലപാട് എടുത്തിരിക്കുന്നു. മൂവാറ്റുപുഴ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രദേശമാണ്. തൻ്റെ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് മൂവാറ്റുപുഴ. തൻ്റെ ജില്ലയിൽ നിന്നും മൂവാറ്റുപുഴ വേർപെട്ടു പോവുകയാണ് എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. എന്നാൽ പോലും മൂവാറ്റുപുഴയുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിച്ച് പുതിയ ജില്ല വേണമെന്ന ആഗ്രഹം അത് സഫലീകരിക്കാൻ സർക്കാർ ഒരുക്കമാണ് എന്ന ഒരു സൂചനയാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അത് പുതിയ ജില്ലകൾ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ശുഭസൂചനയാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ചും തിരൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയെ വിഭജിച്ചുകൊണ്ടൊരു പുതിയ ജില്ല വേണമെന്ന ആവശ്യം അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും പുതിയ ജില്ല രൂപീകരിക്കണമെന്നുമുള്ള ഒരു ആവശ്യം ശക്തമായി തന്നെ നേരത്തെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ സർക്കാരിനെ ഈ കാര്യം പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അക്കൂട്ടത്തിൽ തന്നെ മൂവാറ്റുപുഴയും നെയ്യാറ്റിൻകരയുമെല്ലാം, അല്ലെങ്കിൽ എറണാകുളം ജില്ലയും തിരുവനന്തപുരം ജില്ലയും എല്ലാം വിഭജിച്ച് മൂവാറ്റുപുഴയും നെയ്യാറ്റിൻകരയും എല്ലാം പുതിയ ജില്ലകളായി
മാറ്റാനുള്ള ശ്രമം നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും ജില്ലകൾ രൂപീകരിച്ചാൽ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നതിന് രണ്ടഭിപ്രായമുണ്ട്. മാത്രമല്ല, സ്വതവേ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത് വളരെയധികം മോശമാണ്. അങ്ങനെ മോശമായി കൊണ്ടിരിക്കുമ്പോൾ 3 ജില്ലകൾ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് സാമ്പത്തികമായി അത് താങ്ങുന്നതാണോ എന്ന പഠനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ജില്ലകൾ രൂപീകരിക്കുമ്പോൾ ജില്ലാ ആസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്, നിരവധി പുതിയ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്, പുതിയ ജില്ലാ കളക്ടർ അടക്കം ഉള്ള പല സംവിധാനങ്ങളും ആ പുതിയ ജില്ലയിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ നിക്ഷേപം സർക്കാരിന് ഈ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരും. അത്തരം കാര്യങ്ങൾക്ക് സംസ്ഥാന ഖജനാവ് ഇപ്പോൾ ഒരുക്കമാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യമുന്നയിക്കുന്നവർക്ക് ഇപ്പോൾ സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷം ഇതിനോട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. UDFിലെ ഘടകകക്ഷികൾ ഇനി അഭിപ്രായം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജനങ്ങളുടെ മറ്റ് ചില സിവിൽ സൊസൈറ്റിയും സിവിൽ സംഘടനകളുമെല്ലാം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വരും ദിവസങ്ങളിൽ പുതിയ ജില്ലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകൾ അത് കേരളത്തിൽ നടക്കും എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. കാരണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ജില്ലാ രൂപീകരണത്തിന് അനുകൂലമായി വാദിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്നതാണ്. ജില്ലകൾ രൂപീകരിക്കുന്നതിനെ എതിർക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകവുമാണ്. ഈ 2 ആശയങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷം അല്ലെങ്കിൽ വലിയ ചർച്ചകൾ അത് ഇപ്പോൾ ഇനി കേരളം വേദിയാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും പുതിയ കാലഘട്ടത്തിൽ ഈ ജനസംഖ്യ വളരെ കുറഞ്ഞ നഗരങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ അവർക്കൊക്കെ ഈ കേന്ദ്ര ഫണ്ടുകൾ ഉൾപ്പെടെ ലഭ്യമാകുന്നതിനുള്ള ചില പ്രശ്നങ്ങൾ, മെട്രോ പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തായാലും വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം വിഭജനങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നവരാണ് പലരും. പക്ഷേ അതിനെ എതിർക്കുന്നവരുമുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു ചെറിയ പച്ചക്കൊടി ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നു. പക്ഷേ ഒട്ടനവധി മുന്നൊരുക്കങ്ങളും പഠനങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കേണ്ടതുണ്ട്. വരും വർഷങ്ങളിൽ അത് നടക്കുമെന്ന് തന്നെയാണ് സൂചന. പുതിയ ജില്ലകൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെ വേണം അല്ലെങ്കിൽ പുതിയ ജില്ലകൾ യാഥാർത്ഥ്യമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന വ്യക്തമാക്കുന്നതും.